ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ അടുത്തിരിക്കുന്ന 2 ബോക്സ് കണ്ടോ? അപ്പോൾ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഷീനിൻ്റെ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 kg അടുത്തോളം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ട്രിപ്പ് വരുന്നുണ്ട്, അതിനു വേണ്ടി വാങ്ങിച്ചാണ്. പിന്നെ വിൻ്റർ ആവാനായി എൻ്റെ അടുത്ത് വിൻ്റർ ക്ലോത്ത്സ് കുറവാണ്, അതുകൊണ്ടും കൂടി വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു സ്വെറ്റർ ടോപ്പാണ്, ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല തിക്കുണ്ട്. ഡെയ്സി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഡെയ്സി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിൽ നിന്ന് എപ്പോഴും വാങ്ങിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ട് ഇത് അടിപൊളിയാണ്. ഇത് ഞാനൊരു സ്കേർട്ടിൻ്റെ കൂടെ വെയർ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ അതും ഒരു സ്വെറ്റർ ടോപ്പ് തന്നെയാണ്. ഇതൊരു വൈറ്റ് ആണ് കേട്ടോ. ഒരു സ്കേർട്ട് ഞാൻ 2 സ്കേർട്ട് വാങ്ങിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാം കേട്ടോ. ഇതും നല്ലതാണ്. ഇതിൻ്റെ ബ്രാൻഡ് ഇതും ഡെയ്സി തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതും സ്വെറ്റർ ടോപ്പ് തന്നെയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു പേസ്റ്റൽ ഗ്രീനും ഒരു വൈറ്റും വരുന്നതാണ്. ഇത് നല്ലതാണ് കേട്ടോ, എനിക്കിതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ഞാനൊരു സ്വെറ്റർ ഡ്രസ്സാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ കുറേ ആയി ഇത് വാങ്ങിക്കണം വിചാരിച്ചിരിക്കുന്നത്. എനിക്കിതിനെങ്ങനെ കഴുത്ത് കയറിയിട്ടുള്ള ഹൈനെക്ക് പോലത്തെയാണ് ഇത്. ഞാൻ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഹൈറ്റിൽ കുറച്ച് കിട്ടാൻ ഞാൻ എവിടെ പോയാലും തപ്പി നടക്കണം കേട്ടോ. ഇതെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ലെങ്ത്ത് ഉണ്ടാകുമെന്ന്, പക്ഷേ ഇതെനിക്ക് ഫുൾ ലെങ്ത്താണ്. ഇതിൻ്റെ കളറ് പറഞ്ഞാൽ നല്ലൊരു റെഡാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കളറാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഈ മെറ്റീരിയലും നല്ലതാണ്. ഇതൊരു കാർഡിഗൻ ടോപ്പാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ്. ഒരു ഗോൾഡൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ഷർട്ട് ഇട്ടിട്ട് ഇത് ഔട്ടറായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം, ജീനിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഞാൻ പിക്ചറിൽ കണ്ട അതേപോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഡ്രസ്സ്. പിന്നെ ഞാൻ കുറേ ആയിട്ട് തപ്പി നടക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു. ഇതൊരു ഷർട്ടാണ്. നമുക്ക് ഔട്ടർ കോട്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഔട്ടറായിട്ട് ഇടാനും പറ്റുന്ന നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറേ ആയിട്ട് എല്ലാവരും അടുത്തും കാണുന്ന ഒരു സംഭവമായിരുന്നു, കോമൺ സംഭവമാണിത്. പക്ഷേ എനിക്കത് ഞാൻ ഇവിടെ സ്റ്റോറിൽ പോയപ്പോൾ എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെനിക്ക് ഷീനിൽ നിന്ന് കിട്ടിട്ടോ. പിന്നെ വരുന്നത് ഒരു സ്കേർട്ടാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണം ചെയ്തതാണ്. എനിക്ക് സ്കേർട്ട് ലെങ്ത്തിൽ കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് നമ്മളെ ചെക്കായിട്ട് വരുന്ന വൈറ്റും ബ്ലാക്കും വരുന്ന ഒരു സ്കേർട്ടാണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ അവർ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ വരുന്നത് ഒരു ഷർട്ടാണ്. അതും ലോങ് ഷർട്ടാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ട് ഇടുന്ന ഒരു ടൈപ്പ് ഷർട്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നല്ല ഫുൾ സ്ലീവിൽ വരുന്ന ഫുൾ ബട്ടൺസ് വരുന്ന ഒരു ലൈൻസ് വരുന്നതാണ് കേട്ടോ. ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ ഓർഡർ ചെയ്തതെന്നല്ല കേട്ടോ, ഞാൻ പ്ലേസ് ചെയ്യാൻ നിന്നത് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ അറിയാതെ എൻ്റെ കൈ തട്ടി ബ്ലൂ ആയതാണ്. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് നല്ല ലെങ്ത് ഉണ്ട്, ഫുൾ ലെങ്ത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇനി നമുക്ക് പാൻസ് നോക്കാം. ഞാൻ കുറച്ച് ജീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജീന് ഈ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നമ്മളെ ബാഗി പാൻ്റ് ഉണ്ടല്ലോ, അതാണ് വാങ്ങിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു കളറും
ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത്. പിന്നെ ഒരു കാഷ്വൽ പാൻറ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബേജ് കളർ, ബേജാണ് ആപ്രിക്കോട്ട്, ആ ഒരു കളറിൽ വരുന്ന ഒരു ഒരു പാൻറ്റാണ് ഇത്. നമുക്കൊരു ഷർട്ടിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാം. നല്ല കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന പാൻറ്റാണ് ഇത്. നല്ലതാണ് കേട്ടോ. ഈ കളറും ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നത്. അപ്പോൾ നമുക്കിനി വേറെ 2 ഐറ്റം കൂടിയുണ്ട്. ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു സ്കേർട്ടാണ്. ഡെനിമിൻ്റെ സ്കേർട്ടാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്. ബാക്കാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും നല്ല വിടുത്തുണ്ട് കേട്ടോ. അതായത് നല്ല ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ടൈറ്റ് ഫീലൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഫ്രണ്ടിൽ ഇതാ ബട്ടൺസ് വരുന്നുണ്ട്. ഇത് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ടീഷർട്ടിന് നമുക്ക് ഇൻസൈഡ് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു സ്വെറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വൈറ്റ് അതിലോട്ട് പെയർ ചെയ്യാൻ വാങ്ങിച്ച ഒരു ജീനാണ്. പിന്നെ വരുന്നത് ഒരു ബ്രൗൺ, ഒരു ഷെയ്ഡിൽ വരുന്ന, ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു പാൻറ്റാണ് ഇത്. ഒരു വെൽവെറ്റ് അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പം നമ്മളെ പാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്താ, ഇത് ഞാൻ ഹെഡ് സ്കാർഫ് വാങ്ങിച്ചാണ്. ഇത് ഞാൻ നോക്കിയിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇത് നല്ല കളർ, എനിക്കിഷ്ടമായി. ഇത് നമ്മൾ ഹെയറിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെക്കിൽ കൂടെ സ്റ്റൈൽ ചെയ്യാൻ, ഡ്രസ്സിന് കൂടെ സ്റ്റൈൽ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാനൊരു ഹിജാബ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു വൈറ്റിൽ വരുന്ന ഒരു ഹിജാബാണ്. വേറെ 2-3 ഹിജാബ് ഞാൻ ഷിഫോണിൻ്റെ വാങ്ങിച്ചിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. അത് ഞാൻ റിട്ടേൺ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വേറൊരു എസി ഹിജാബ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹിജാബ് വരുന്നത്. ഒരു വൈറ്റ് ഹിജാബാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ ഞാനൊരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തണുപ്പിന് വിൻ്ററിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച എൻ്റെ ഷീനിൻ്റെ കുറച്ച് ക്ലോത്ത്സ് കേട്ടോ. ഇത് കുറച്ചല്ല, അധികം ക്ലോത്ത്സ് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്ലോത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാം അടിപൊളിയാണ്. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ വേറെ ഒന്ന് കാണിക്കാനുണ്ട്. ഞാൻ റിട്ടേൺ കൊടുക്കാനുള്ള ഒരു ഗൗൺ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഗൗണ് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചാണ്. പക്ഷേ നല്ല എണ്ണയാണ്. പക്ഷേ എനിക്കത് സൈസ് കറക്റ്റല്ല. എനിക്കിത് കുറച്ച് ഫിറ്റാണ് ആൻഡ് ലെങ്ത്തും കുറവാണ്. ഇത് അടിപൊളിയാട്ടോ. ഒരു ബ്ലാക്ക്, ഇതിൽ കുറേ പേസ്റ്റൽ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതൊരു നമ്മൾക്കിങ്ങനെ നെക്ക് കയറിയിട്ടുള്ള ഇവിടെ ഇത് ടൈ ചെയ്യാം. പിന്നെ ഫുൾ സ്ലീവാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, ബലൂൺ ഫിറ്റ് ടൈപ്പ് സ്ലീവാണ്. പിന്നെ നല്ല ലെങ്ത്തും വരുന്നുണ്ട്. പക്ഷേ എനിക്കിത് ലെങ്ത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതേതായാലും ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതിൽ ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹിജാബുമാണ് റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ ടാനിക്ക് കുറേ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നില്ല. അത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.